ഹലോ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എനിക്ക് കുറച്ച് അത്തിക്ക കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ കറി വെക്കാൻ പോവാണ്. ഇത് ചില വീടുകളിലൊക്കെ നിൽക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് കറി വെക്കാമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ഒരു വീട്ടിൽ ചെന്നപ്പം ഇതിൻ്റെ ഒരു മരത്തിൽ നിറയെ കാ നിൽക്കുന്നുണ്ട്. അവരെനിക്ക് 2 കൊല പറിച്ച് തന്നു. എന്നിട്ടിത് തോരൻ വെക്കാമെന്നും തീയൽ വെക്കാമെന്നൊക്കെ അവർ പറഞ്ഞു. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കൈകൊണ്ട് തൊടുന്നത് പോലും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അവർ പറഞ്ഞു തന്ന രീതിയിലാണ് കറി വെക്കുന്നത്. എങ്കിലും അതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ ഞാൻ വരുത്തിയിട്ടുണ്ട്. ഇതിൽ ഭയങ്കര കറയാണ്. അതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ നമ്മുടെ കയ്യിൽ ഇതുപോലെ ഒന്ന് തടവിയതിന് ശേഷം പാത്രത്തിലൊന്നും ഇത് വൃത്തിയാക്കാനൊന്നും എടുക്കരുത്. അതുകൊണ്ടാണ് ഒരു പേപ്പർ എടുത്തിട്ടേക്കുന്നത്. ഇതിൽ അരക്ക് പോലെ കറയുണ്ട്. അന്നേരം അതെല്ലാം പാത്രത്തിലൊക്കെ പറ്റിയാൽ പിന്നെ പോകില്ല. അതുകൊണ്ടൊരു ന്യൂസ് പേപ്പറിലോട്ട് ഞാൻ ഇത് ചെത്തിയെടുക്കുകയാണ്. കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് ചെത്തുമ്പോഴേ ഇത്തിരി കട്ടിയൊക്കെ കാണുമെന്ന്. പക്ഷേ ഇത് മാങ്ങ ചെത്തുന്നത് പോലെ തൊലി ചെത്തിയെടുത്താൽ മതി. ചെത്തുന്ന സമയത്തും കറയൊക്കെ ഉണ്ട്. പക്ഷെ അത് എണ്ണ തേച്ചേക്കുന്നത് കൊണ്ട് ഒരുപാടൊന്നും നമ്മുടെ കയ്യിൽ പറ്റത്തില്ല. ഇതിപ്പോൾ ഞാൻ ഇത് ചെത്തി എടുത്തിട്ടുണ്ട്. കണ്ടോ? ഇനി ഇതൊന്ന് മുറിച്ച് നോക്കാം ഇതിനകം. ഇതിനിപ്പോൾ ഞാൻ മുറിച്ചപ്പോൾ ഇതിൻ്റെ അകത്ത് കറുത്ത കളറിലാണ് ഇരിക്കുന്നത്. ഇങ്ങനെ കറുത്ത കളറിലുള്ള കാ നമ്മൾ എടുക്കരുത്. ഇത് കറി വെച്ച് നമ്മൾ വേവിച്ചെടുക്കുമ്പം റബ്ബർ പോലെ ഇരിക്കും. ഒരു സോഫ്റ്റ് കാണത്തില്ല. ദാണ്ടെ ഇതുപോലെ പിങ്ക് കളറായിരിക്കണം. ഞാൻ ആദ്യം ചെത്തിയത് കറുത്ത കളറായിരുന്നു. ഞാൻ അതിനെ അങ്ങ് മാറ്റി. രണ്ടാമത് ഇപ്പോൾ ഒരെണ്ണം എടുത്ത് നോക്കിയപ്പോൾ അത് പിങ്ക് കളറാണ്. ഇതുപോലെ പിങ്ക് കളർ കണ്ട അതിനകം ചുരണ്ടും ഒന്നും വേണ്ട. തൊലി ഒന്ന് ചെത്തിയിട്ട് ഇതുപോലെ മുറിച്ച് അതിൻ്റെ പിങ്ക് കളർ ചിരണ്ടി കളയാതെ തന്നെ നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്താൽ മതി. ഇല്ല കൊത്തി അരിഞ്ഞും എടുക്കാം, ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയും ചെയ്യാം. പക്ഷേ ചോപ്പറിലിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. അതിൽ അതിൻ്റെ ബ്ലേഡിലെല്ലാം അതിൻ്റെ കറ പിടിക്കും. ഇതിപ്പോൾ ഇങ്ങനെ അരിഞ്ഞിടുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിപ്പം ചെറിയ കായൊക്കെ അരിഞ്ഞിടുന്നത് പോലെ ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ പൂഞ്ഞ് തോരൻ വയ്ക്കുമ്പോൾ അരിയത്തില്ലേ, അതേപോലെയാണ് ഞാൻ ഇതിപ്പോൾ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇതുപോലെ ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കണം. അരിഞ്ഞെടുത്തിട്ട് നമ്മൾ കുറച്ച് ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് കുറേ നേരം വെച്ചിരിക്കുക. അപ്പോൾ കറയെല്ലാം പോവും. അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. അത്തിക്കയെല്ലാം ഞാൻ ഇതുപോലെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിങ്ക് കളറുള്ളത് മാത്രമാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഞാൻ കുറേ എണ്ണം ഇതുപോലെ നോക്കിയപ്പോൾ എല്ലാം ഇതിൻ്റെ അകം കറുത്തുപോയി. അത് ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ചെത്താതെ തന്നെ ഞാൻ അതിനെ കീറി നോക്കി. അപ്പോൾ കൊള്ളാത്തത് കൊണ്ട് അതിനെല്ലാം കളഞ്ഞു. എനിക്കൊരു 10 എണ്ണമേ നല്ലത് കിട്ടിയുള്ളൂ. അതിനെ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇതിപ്പം ഉപ്പും ഇട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് കുറച്ച് നേരം ഇവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്ക് നമുക്ക് ഇതിന് കുറച്ച് അല്ലാത്ത കുറേ സാധനങ്ങൾ വേണമല്ലോ, ഉള്ളിയൊക്കെ. അതൊക്കെ ഒന്ന് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. പച്ചമുളകും ഉള്ളിയൊക്കെ ഞാൻ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. ഇനി നമുക്ക് അത് വേവിക്കാൻ വെക്കാം. നേരത്തെ ഉപ്പിട്ട് വെച്ചിരുന്ന ആ വെള്ളം ഊറ്റിക്കളഞ്ഞു. ഇനി അതിന് പുതിയ വെള്ളം ഒഴിച്ചു. അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ, കുറച്ചെന്ന് വെച്ചാൽ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കുക്കറിലാണ് നമ്മൾ വേവിക്കുന്നത്. ആദ്യത്തെ ആ ചൂടുവെള്ളം നമ്മൾ എടുത്ത് കളഞ്ഞിട്ട് പുതിയ വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. എന്നിട്ട് വിസിലും ഇട്ട് ഒരു 3 വിസിലടിക്കുമ്പം ഇത് കറക്റ്റായിട്ട് വെന്ത് കിട്ടും. അങ്ങനെ 3 വിസിലടിച്ചപ്പം ഞാൻ അതിനെ ഓഫ് ചെയ്തു. അതിനുശേഷം നമ്മളിനി തോരൻ വെക്കാനുള്ള ഇതിന് പോവുകയാണ്. അതിന് ചട്ടി അടുപ്പത്ത് വെച്ച് നല്ല ചൂടായപ്പം ഇതുപോലെയുള്ള ഇരുമ്പ് ചട്ടി എടുക്കണം. അപ്പോഴേ നല്ലൊരു മൂത്ത് കിട്ടുകയുള്ളൂ. അതിൽ വെളിച്ചെണ്ണയും കടുകും വറ്റൽമുളകും ഇട്ടു. അതുകൂടാതെ തേങ്ങ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തു. ഒരുപാട് തേങ്ങ അരിഞ്ഞത് വേണ്ട, കുറച്ച് മതി. ഇത് ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് കടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. ഇതും കൂടി ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഉള്ളിയും പച്ചമുളകും അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തു. ഇനി ഇതിനെ ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ട് വേണം വഴറ്റാൻ.
ഒരു 2-3 ഇളക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഉള്ളിയൊക്കെ നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇത്രയും ആകുമ്പോഴത്തേക്കും നമുക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന അത്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിൽ വിസിലടിച്ചെടുക്കുമ്പം 3 പ്രാവശ്യമൊക്കെ വിസിലടിക്കുമ്പം അങ്ങ് വെന്തുടഞ്ഞു പോകുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനെ ഉടഞ്ഞൊന്നും പോയിട്ടില്ല. കറക്റ്റ് പരുവത്തിന് നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഉള്ളിയുടെ കൂട്ടത്തിൽ ഇതും കൂടെ കിടന്ന് നല്ലതുപോലെ ഒന്ന് വഴണ്ട് വരണം. അപ്പോഴിത് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് നേരം ഇങ്ങനെ കിടക്കുമ്പം ആ ഉള്ളിയുടെ കൂടെ കിടന്ന് ആ ഉള്ളിയും പച്ചമുളകും തേങ്ങാക്കൊത്തും എല്ലാം ആയിട്ട് നല്ലതുപോലെ ഒന്ന് വഴണ്ട് വരും. ഇതിപ്പോൾ നമ്മൾ കടലയൊക്കെ വേവിച്ചിട്ട് ഉടച്ചു നോക്കുമ്പോൾ എങ്ങനെ ഇരിക്കും, അതുപോലെ കൈകൊണ്ട് ഉടച്ചാൽ മാത്രമേ അതിങ്ങനെ നല്ലതുപോലെ സോഫ്റ്റായിട്ട് ഉടഞ്ഞു വരുള്ളൂ. അല്ലാതെ അങ്ങ് അളിഞ്ഞു പോവില്ല. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും നമുക്കിതിനുള്ള അരപ്പ് റെഡിയാക്കണം. ഞാനിവിടെ കുറച്ച് തേങ്ങ, ഒരു സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ജീരകം, 3 അല്ലി വെളുത്തുള്ളി ഇത്രയും എടുത്തിട്ടുണ്ട്. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി നേരത്തെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് 1/4 സ്പൂൺ എടുത്തത്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കണം. ചതച്ചാണ് എടുക്കേണ്ടത്, അരയ്ക്കരുത്, ചതച്ചെടുക്കണം. ഇതിപ്പോൾ നല്ലതുപോലെ വെന്ത് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഈ അരപ്പിനെ ഇട്ട് കൊടുക്കാം. അരപ്പിട്ട് കൊടുത്തിട്ട് ഇതിനെ ചിക്കി പൊത്തി വെച്ച് അടയ്ക്കാതെ തുറന്നിട്ടാൽ മതി. ഒരു 5 മിനിറ്റ് അങ്ങനെ തന്നെ വെച്ചിരിക്കുമ്പം ഈ അരപ്പ് നല്ലതുപോലെ വെന്ത് കിട്ടും. അരപ്പൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇതിനെ നല്ലതുപോലെ ഒന്ന് ചിക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മസാല ചേർത്തിട്ടില്ലായിരുന്നു, അതുകൊണ്ട് കുറച്ച് മസാലപ്പൊടി ഇതിലേക്ക് ഇങ്ങനെ വിതറി കൊടുത്തു. അതിനുശേഷം ഒന്നും കൂടെ നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ഇത് തേങ്ങ ചതയ്ക്കുന്ന കൂട്ടത്തിൽ അപ്പോഴും മസാല വേണമെങ്കിൽ ചേർക്കാം. ഞാൻ അപ്പോഴും ചേർത്തിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് ഈ സമയത്ത് ചേർത്തത്. തേങ്ങയുടെ കൂടെ വേണമെങ്കിലും ചേർത്ത് നമുക്ക് ചതച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ടുണ്ട്. ഇനി അതിന് ഉപ്പുണ്ടോ എന്ന് നോക്കട്ടെ. ഉപ്പ് ഇത്തിരി കുറവുണ്ട്, അതുകൊണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നേരത്തെ നമ്മൾ വേവിക്കാൻ നേരത്ത് ശകലം ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഉള്ളിയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എങ്കിലും ഇപ്പം കുറച്ച് ഉപ്പും കൂടെ വേണമായിരുന്നു, അതുകൊണ്ടാണ് ചേർത്ത് കൊടുത്തത്. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഗ്യാസൊക്കെ ഓഫ് ചെയ്തു. അപ്പോൾ അടിപൊളി തോരനാണ്. ഇത് കുറച്ച് രസമാണ്. ഇന്നലെ നമ്മൾ റെഡിയാക്കിയ രസമാണ്. അപ്പോൾ ഇത്രയും രസം ഇരിക്കുന്നത് കൊണ്ട് നമ്മൾ ഇന്ന് ഒഴിച്ചുകറിയൊന്നും റെഡിയാക്കിയില്ല. അപ്പോൾ അതിനെ ഒന്ന് ചൂടാക്കി ഒന്ന് എടുക്കട്ടെ. ഇന്ന് മീൻ താമസിച്ചാണ് വന്നത്, അതുകൊണ്ട് കറിയൊന്നും വെച്ചില്ല. അതിൽ നിന്ന് കുറച്ച് മീനെടുത്ത് പൊരിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇത് ചെറിയ ചൂര കുഞ്ഞാണ്. അപ്പോൾ അതിനെയാണ് നമ്മളൊന്ന് വറുത്തെടുക്കുകയാണ്. ഇതും കൂടെ വറുത്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പണിയൊക്കെ തീർന്നു. പിന്നെ ചോറ് വിളമ്പിയാൽ മതി. അങ്ങനെ നമ്മൾ ഇന്ന് ഉച്ചയ്ക്കുള്ള ഊണ് വിളമ്പുകയാണ്. നല്ല ചൂട് ചോറ്, അത്തിക്ക തോരൻ, മീൻ പൊരിച്ചത്, അത് ചെറിയ ചൂരക്കുട്ടിയാണ്, അത് പൊരിച്ചത്, പിന്നെ രസം. ഇത് ഇന്നലത്തെ രസമാണ്. ഇത് അടമാങ്ങയുടെ അതേ ടേസ്റ്റിലുള്ള ലൗലോലിക്ക അച്ചാറാണ്. അപ്പോൾ ഇന്നത്തെ ഊണ് ഇതാണ്.
ഞാനും ഊണ് കഴിക്കാൻ പോവുകയാണ്. എനിക്കുള്ള ചോറാണിത്. ആദ്യം ഇത്തിരി അത്തിത്തോരൻ എടുത്ത് കഴിച്ചു നോക്കാം. നേരത്തെ ഉപ്പ് നോക്കിയപ്പോഴേ മനസ്സിലായി അടിപൊളി തോരനാണെന്ന്. നമ്മൾ പൂഞ്ഞു തോരനൊക്കെ വെക്കുമ്പം എങ്ങനെ അതേ ടേസ്റ്റാണ്. നല്ല മസാലയും തേങ്ങാക്കൊത്തൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ട് രസത്തിലോട്ട് ഈ ചോറും ഈ തോരനും കൂടി ഇട്ട് ഇളക്കി കഴിക്കാൻ അടിപൊളിയാണ്. പിന്നെ ഞാൻ മീൻതലയാണ് എടുത്തിരിക്കുന്നത്. എനിക്ക് മീൻതല ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അതിൻ്റെ ഫ്രൈ ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ തോരൻ ഇതിങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റാണ്. ഞാൻ ആദ്യം വിചാരിച്ച് ഈ അത്തിത്തോരനൊക്കെ ആകുമ്പോൾ അതിന് ചെറിയ കറയൊക്കെ ഉള്ളത് കൊണ്ട് ആ കറയുടെ ചവയൊക്കെ കാണുമെന്ന്. പക്ഷെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഇത് ലവലോലിക്ക അച്ചാറ് നല്ല അടമാങ്ങയുടെ അതേ ടേസ്റ്റിലാണ് ഇരിക്കുന്നത്. എത്ര കാലം വേണമെങ്കിലും വെളിയിലിരുന്നോളും, ഫ്രിഡ്ജിലൊന്നും വെച്ചേക്കണ്ട. ഞാനിത് കഴിച്ചും കൂടെ കാണിക്കുന്നത് നേരത്തെ ഞാൻ എൻ്റെ കൈ കൊണ്ട് ഞാൻ എടുക്കുന്നതല്ലേ കണ്ടുള്ളൂ. ഇതിപ്പോൾ ഞാൻ നിങ്ങളെ നേരിട്ട് കാണിക്കുന്നത് ഞാൻ വെറുതെ പറയുന്നതല്ല. നല്ല രുചിയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എവിടെന്നെങ്കിലും ഈ അത്തിക്ക കിട്ടുവാണെങ്കിൽ ഒരിക്കലും വേണ്ടാന്ന് പറയരുത്. കറി വയ്ക്കാൻ നല്ല ടേസ്റ്റാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് കിട്ടുവാണെങ്കിൽ ചെയ്ത് നോക്കണം. അതുകൊണ്ടാണ് ഇത് കഴിച്ച് കാണിക്കുന്നത്. ഇല്ലെങ്കിൽ പറയും ഞാൻ വെറുതെ പറയുന്നതാണെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ ബൈ.